to Giggly Cow. Me, baby, ഇപ്പൊ പൊട്ടൂല. ഹലോ ഗൈസ്, ഞങ്ങളെ കൊണ്ടോട്ടി നേർച്ചയുടെ രണ്ടാമത്തെ ദിവസം തോക്കെടുപ്പാണത്. ഗുണ്ട് പൊട്ടിക്കുന്ന ആ ഗ്രൗണ്ടിലാണ് ആളുകളുടെ കൂടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാൻ ആ ടൈമിലാവുമ്പോൾ 3 ഗുണ്ട് അല്ലേ, 3 ഗുണ്ട് പൊട്ടി കാണാം. ഇതിലാണ് തീ കൊടുത്തിട്ട് മുകളിൽ പോയി പൊട്ടും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇനി ഞങ്ങളുടെ സ്വന്തം നാട്ടിലെ സ്വന്തം നേർച്ചയായിട്ടുള്ള കൊണ്ടോട്ടി നേർച്ചയുടെ കുറച്ച് വിശേഷങ്ങൾ, കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുപ്പയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചയെ കാണിച്ചു തരാം. എടുക്കണില്ല. ഫോക്കസ് ചെയ്യത് ഇവിടുത്തെ ഉറക്കമില്ലാത്ത രാത്രികളാണല്ലേ. ഇനി അവിടെ ഓരോ ഏരിയയിൽ നിന്നുള്ള വരവ് എന്താ പറയാ,
പെട്ടിവരവ് അല്ലേ? അതിലൊക്കെ ഓരോ വരവ്. ഇന്നൊരു വരവ് കഴിഞ്ഞോളൂ ഫസ്റ്റ് വരവ് മരുവിന്. ഇനി നാളെ മുതൽ അവിടെ ചീരകഞ്ഞി കൊടുക്കണ ഏരിയ ഉണ്ട് കാണിച്ചത്. ചീരകഞ്ഞി കൊടുക്കുന്നു കേട്ടോ. അപ്പം ഇവിടെ രാത്രി കഥം തീർക്കുന്ന ആൾക്കാർക്കൊക്കെ ഫുഡിന് വിഷയമില്ല. ഇവിടെ രാത്രി ഇവിടെ തന്നെ എല്ലാവർക്കും ഈ കൊണ്ടോട്ട് നേർച്ചയ്ക്ക് വരുന്ന എല്ലാവർക്കും ഇവിടെ കഞ്ഞിണ്ടാവും. അപ്പൊ അതുപോലെ ആരും തന്നെ പട്ടിണി ഇറങ്ങില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലാണ് യാറുള്ളത്. പ്രശസ്തമായ ആൾക്കാരൊക്കെ കാണും. അതുപോലെ ഇവിടെ റാത്തീബ്, അങ്ങനത്തെ ദഫ്, കോൽക്കളി, അങ്ങനെ ഓരോ വരുന്നതിന് മുൻപ് കോൽക്കളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നു. വെള്ളട്ടുകാരെ വരവുണ്ടേനി, അത് കഴിഞ്ഞതാണ്. നാളെ മുതൽ ഓരോ വരവിനും ഓരോ പരിപാടികളുണ്ടാവും. നേരം വിട്ട് വൈകുന്നേരം ആവുമ്പോൾ നാളെ പരിപാടികളില്ല. അപ്പോ ഇവിടെ മൊത്തത്തില് ഫുള്ള് ആളുകളാണ്, നല്ല ക്രൗഡ് ഉണ്ട്, ഒരുപാട് ഫാമിലീസ്. അപ്പോൾ ഞാൻ അകത്ത് കയറിയിട്ടില്ല, അതിൻ്റെ അകത്തേക്ക് കയറാം, ലേഡീസിനോ എല്ലാവരും കയറാം, അതിൻ്റെ അകത്തേക്ക് കയറിയില്ല കേട്ടോ. സോ അപ്പോൾ നമ്മളിപ്പോൾ വരുന്ന സമയത്ത് കണ്ട ഒരു കൊടിമരം ഉണ്ട്, നമ്മളെ അങ്ങാടിയിൽ ഉണ്ട് ഒരു കൊടിമരം. അതുപോലെ ഈ കുപ്പന്റെ പിറകിൽ വേറൊരു കൊടിമരം കൂടെ ഉണ്ട്. അങ്ങനെ 2 കൊടിമരമാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒക്കെ പിറകില് കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് അത്ര എനിക്കറിയില്ല അതിൻ്റെ ഹിസ്റ്ററി എന്താന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കത്തം തീർക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തു നിന്നും ആളുകൾ വരാറുണ്ട്. ഗ്രൂപ്പായിട്ടും അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടൊക്കെ വന്ന് ഊതി കത്തം തീർക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. സോ ബ്യൂട്ടിഫുള്ളാണ്. ഒരു കാമൻ ഒരു ബ്ലെസ്സിങ് പോലെ, ഒരു കാമ് പോലെ, അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ ഇവിടുന്ന്. ആ കളറ് ചേഞ്ചായി. ചക്കോട്ടായിരിക്കും